ഇട്ട കുപ്പായം. ചിത്രം മഞ്ഞുമൽ ബോയ്സ്. സപ്പോർട്ട് ചെയ്തതുപോലെ വേറൊരു വ്യക്തിയും കൂടെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വേടൻ എന്ന് പറയും. രാഹുൽ മാങ്കൂട്ടം സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് വന്നേക്കുന്നത്. എല്ലാരും ചോദിക്കുന്നത് രാഹുൽ ഇലക്ഷന് നിൽക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പം UDF ഓരോ ഇലക്ഷന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ പോകുന്നൊക്കെയാണല്ലോ. അപ്പൊ എന്നോട് ചോദിച്ച കുറെ ആൾക്കാരുണ്ട്. ഞാൻ ഒരു 3-4 ദിവസം മുമ്പ് അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്, രാഹുൽ നിൽക്കുന്നോ ഇല്ലയോ എന്നുള്ള രീതിയിലാണ്. ഇവിടെ വന്നിരിക്കുന്ന ന്യൂസ് പോലൊന്നും അല്ല. ഒരുപാട് യൂട്യൂബേഴ്സ് ചെയ്തിട്ടുണ്ട്, രാഹുൽ മത്സരിക്കാൻ പോകുന്നുണ്ടെന്നൊക്കെ, രാഹുൽ മത്സരിക്കും, കോൺഗ്രസ് രാഹുലിനെ തിരിച്ചെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ കറക്റ്റ് വിവരം, നമുക്കിവിടെ അടുത്താണ് MLA ഓഫീസും, നമ്മളിവിടെ എന്താ പറയാ പാർട്ടി പ്രവർത്തനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ കുറച്ച് ഞാൻ ആക്റ്റീവ് അല്ല, കുറച്ച് നാളായിട്ട് മാറി നിൽക്കുകയൊക്കെയാണ്. കാരണം എനിക്ക് യൂട്യൂബ് കാര്യങ്ങൾ നോക്കണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കാനുണ്ട്, പിന്നെ അതുപോലെ തന്നെ പപ്പയ്ക്ക് വയ്യ. അപ്പോൾ ഒരാൾ വീട്ടിൽ വേണമെന്നുണ്ട്. പാർട്ടി പരിപാടിക്ക് അങ്ങനെയൊന്നും വലുതായിട്ടൊന്നും പോകാറൊന്നുമില്ല. വിളിച്ചാൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് പോയാൽ പോയി, ആ ഒരു രീതി നിൽക്കുകയാണ്. അപ്പം നമുക്ക് അത്യാവശ്യം നല്ല നേതാക്കന്മാരായിട്ട് നല്ല പരിചയം കാര്യങ്ങളും ഉണ്ട്. നമ്മൾ അവരെ കോൺടാക്ട് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് ഇവിടുത്തെ ഹരിപ്പാട് ഭാഗത്തെ യൂത്ത് കോൺഗ്രസ്സുകാരുമായിട്ടൊക്കെ നല്ല അടുപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്കറിയാൻ കഴിഞ്ഞ കുറച്ച് വിവരങ്ങളാണ് ഞാൻ ഇവിടെ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ പോകുന്നത്. രാഹുലിന് കോൺഗ്രസ്സുകാർ ഇന്ന് ഈ നിമിഷം വരെ എടുത്തിട്ടില്ല, സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുമില്ല, ഒന്നുമില്ല. രാഹുലാണെങ്കിൽ കോൺഗ്രസിനെ വിട്ട് കളിക്കത്തില്ലെന്നും പറഞ്ഞ ഒരു വാശിയിലാണ് ഇപ്പോൾ രാഹുൽ നിൽക്കുന്നത്. കോൺഗ്രസ് മാറി നിൽക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ മാറി നിൽക്കും എന്നാണ് ഇതുവരെ ഉള്ളത്. നാളെ എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇന്ന് ഈ നിമിഷം വരെ രാഹുൽ കോൺഗ്രസ് വിട്ട് കളിക്കത്തില്ല. പാർട്ടി മാറി നിൽക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹം മാറി നിൽക്കും എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. രാഹുലിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഇന്ന് കേരളത്തിലെ ജനങ്ങൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ മാറിക്കിട്ടണം. അത് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ആവശ്യം. അതിന് കോൺഗ്രസിന് വരണം എന്നുള്ള ഇതാണ് രാഹുൽ ഇവിടെ സംസാരിക്കുന്നത്. കൂട്ടുകാരോടും അടുത്ത പ്രവർത്തകരോടും പറഞ്ഞ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അത് 100% ശരിയായിട്ടുള്ള കാര്യമാണ്. കോൺഗ്രസ് ഇതുവരെ രാഹുലിനെ എടുക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. പിന്നെ ഇവിടുത്തെ സർക്കാർ, ഇപ്പൊ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ അറിയാലോ, കൂടുതലും വിമർശിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെയാണ്. കല്യാണത്തിന് പോട്ടെ, അദ്ദേഹത്തിന്റെ ഈ കഴിഞ്ഞ ഇലക്ഷൻ ഉണ്ടായിരുന്നല്ലോ, അദ്ദേഹം ജയിച്ചതിന് മുമ്പുള്ള വിഷയങ്ങളും കാര്യങ്ങളും ആണ് പിന്നെ കുത്തിപ്പൊക്കുകയൊക്കെ ചെയ്തത്. പിന്നെ അയാൾ MLA ആയതിനു ശേഷം വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. മറ്റ് സ്ത്രീകളുമായിട്ടുള്ള വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. മുമ്പത്തെ കാര്യങ്ങളൊക്കെ കുത്തിപ്പൊക്കി അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ കോടതിയിലെ ഓരോ കേസ് ഇങ്ങനെ തെളിഞ്ഞ് അദ്ദേഹത്തിന് ജാമ്യം കാര്യങ്ങളൊക്കെ കിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ക്രൂരമായിട്ടൊരു പെൺകുട്ടിയെ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ജാമ്യം കിട്ടുമോ? നിങ്ങൾ ബുദ്ധിയുള്ളവർക്ക് അത് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. ഇവിടെ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്തതുപോലെ വേറൊരു വ്യക്തിയും കൂടെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വേടൻ എന്ന് പറയും, പാട്ടുകാരൻ വേടൻ. ഞാൻ ഇപ്പം ആ ഒരു കാര്യത്തിലോട്ട് വരാൻ ഉള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, 2 ദിവസം മുമ്പ് ഒരു വീഡിയോ കാണാൻ ഇടയായിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് കാണണം. 2 ദിവസം മുമ്പ് ഒരു വീഡിയോ. റാപ്പർ വേടൻ വിവാഹിതനാവുകയാണ്. യുവ എഴുത്തുകാരിയായ നവമി ലതയാണ് വധു. ഇരുവരും ഏറെ നാളായി പ്രണയത്തിലാണ്. ഫെബ്രുവരി 24 തൃശ്ശൂരിൽ വെച്ചാണ് വിവാഹം നടക്കുക. CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദനാണ് വിവാഹകാര്യം ആദ്യം പരസ്യപ്പെടുത്തിയത്. കണ്ണൂരിൽ നടന്ന ഹാപ്പിനെസ് ഫെസ്റ്റിവലിൽ വേടനെ ഒപ്പം നിർത്തിയായിരുന്നു. ഇത് പറഞ്ഞെന്ന് ആരാ? നമ്മുടെ ഗോവിന്ദൻ സാറെന്ന് തന്നെ ഇരിക്കട്ടെ. എൻ്റെ സാറേ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സാറേ, ഈ വേടനെതിരെ ഒരു ഡോക്ടർ പരാതിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, ക്രൂരമായിട്ട് ദ്രോഹിച്ചെന്നും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. 1 അല്ല 2 അല്ല, പുള്ളിക്കെതിരെ ഒരുപാട് പെൺകുട്ടികൾ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ വേടന്റെ കഞ്ചാവും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പൈസ, പിന്നെ അറിയാം പ്രോഗ്രാമൊക്കെ നടത്തുന്ന ഒരു വ്യക്തിയാണ്, പൈസയൊക്കെ ഇരുന്നെന്നും പറഞ്ഞൊന്നുമില്ല. പക്ഷെ ഇതുപോലുള്ള ലഹരി കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് പിടിച്ചിട്ടുള്ളതായിരുന്നു. അതേ വേടന, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ April May സമയത്തായിരുന്നു ആ സംഭവം നടന്നത്, 2025 സമയങ്ങളിൽ. ആ സമയത്ത് വേടൻ അറസ്റ്റ് ചെയ്തതിൻ്റെ 2ാമത്തെ മാസം മുഖ്യമന്ത്രിയുടെ ഒരു പരിപാടി വെച്ച സമയത്ത് വേടനെ അവിടെ വിളിച്ചു പാട്ട് പാടാൻ വേണ്ടി. കേരളത്തിലെ ജനങ്ങളെല്ലാം വേടൻ ട്രെൻഡിങ് ആയിരിക്കുന്ന സമയത്ത് അവിടെ വരുന്നു, കാണുന്നു. എന്താ പറയുക, ആ സമയത്ത് പിണറായിയുടെ കൂടെ എൻട്രിയും കൂടെ ആയപ്പോഴത്തേക്ക് പിണറായി 3.0 ലോഡിംഗ് എന്നും പറഞ്ഞൊരു പ്രഖ്യാപനവും കൂടെ. സത്യം പറഞ്ഞാൽ വേടനെ കാണാൻ വേണ്ടിയാണ് വന്നത്. വേടനെ വെച്ച് മുതലാക്കുന്ന ഒരു രാഷ്ട്രീയം ഇവിടെ നടക്കുന്നുണ്ട് നല്ല രീതിയിലാണ്. കാരണം വെച്ചാൽ താഴ്ന്ന ജാതിപ്പെട്ട ഒരുത്തൻ, ഞാനിവിടെ ജാതി പറയില്ല, പിന്നെ കറുപ്പ് നിറം, ഈ കാര്യങ്ങളൊക്കെ വെച്ച് ഇവിടെ കറുപ്പും ഈ താഴ്ന്ന ജാതിയൊക്കെ പറഞ്ഞിട്ട് ഇവിടുത്തെ ജനങ്ങളെ മോശക്കാരാക്കുന്ന രീതിയിൽ ഇവിടുത്തെ പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെ ഒരു സംഭവം കൊണ്ടുവരുന്നുണ്ട്.
അങ്ങനൊരു ഇത് ഇങ്ങനെയൊക്കെയാണ് ഇവിടെ താഴ്ന്ന ജാതിക്കാരെയും കറുത്ത വർഗ നിറത്തിലുള്ളവരെയും മോശക്കാരാക്കുന്നുണ്ട്, അതിനെല്ലാം ഞങ്ങൾ പണ്ട് പോരാടി കമ്മ്യൂണിസ്റ്റുകാരെന്നൊക്കെ പറയുമല്ലോ പണ്ടത്തേത്, ആ ഒരു സംഭവം ഇവിടെയും കൊണ്ടുവരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് നല്ല രീതിയിൽ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴത്തെ യുവാക്കൾ വേടനെ ഇഷ്ടപ്പെടുന്നത് കൂടുതൽ ഇപ്പോഴത്തെ അറിയാലോ യുവാക്കളാണ്. അവരെയും കൂടെ കയ്യിലെടുക്കാൻ വേണ്ടിയുള്ള ഒരു കളിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം വേടൻ ബുദ്ധിമാനാണ്. ഒരു കാര്യം പറയാം, വേടന് പറയാം ഈ പാർട്ടി വേടനെ വെച്ച് നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. കാരണം വേടൻ്റെ ഒരുപാട് കേസ് കെട്ടിട്ടും കാര്യങ്ങളും ഉണ്ട്. അത് മാറി കിട്ടാൻ വേണമെങ്കിൽ ഇവന്മാരുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഗുണമുണ്ടാവും. ഒന്നെങ്കിൽ ഇവന്മാർ വേടനെ ഇലക്ഷൻ കഴിയുന്നതോടെ കാര്യം കഴിയുമ്പോൾ ഇവന്മാർ കൈവിടും, 100% ഉറപ്പാണ്. അല്ലെങ്കിൽ വേടന് ബുദ്ധി ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി വേടൻ തന്നെ എസ്കേപ്പ് ആവും. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. ഉള്ള കാര്യം തുറന്നു പറയാലോ, പണ്ട് കലാഹം മണിക്കുണ്ടല്ലോ ചാലക്കുടി സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞ ടീംസാണ് ഈ പാർട്ടിക്കാർ. കാരണം അറിയാമല്ലോ കലാമണിയുടെ രീതികളും കാര്യങ്ങളും ഒക്കെ. അന്ന് ചാലക്കുടി കലാമണിക്ക് ഈ പാർട്ടിക്കാർ സീറ്റ് കൊടുക്കാമെന്ന് ഏറ്റതായിരുന്നു. കാരണം അത്യാവശ്യം ആൾക്കാർ ഇവൻ പറയുന്ന ഓരോ വാക്കുകൾ കേൾക്കും, ഇഷ്ടപ്പെടും. പിന്നെ വേറെ കമ്മ്യൂണിസ്റ്റുകാരനാണ്, അതെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ. ഈ അടുത്ത സമയത്ത് അറിയാലോ BJPയുടെ നമ്മുടെ കേരള സ്റ്റോറി പൊറോട്ട, അതിലും വേടൻ നല്ല രീതിയിൽ സംസാരിച്ചുകൊണ്ടാണ്. എനിക്ക് വേടനെ ഇഷ്ടമൊക്കെ തന്നെയാണ്, വേടൻ്റെ സംസാരവും കാര്യങ്ങളും ഈ പറയുന്ന പാട്ടും ഒക്കെ ഇഷ്ടം തന്നെയാണ്. പക്ഷേ ഈ രാഷ്ട്രീയത്തിലൂടെ കേരളത്തിലെ ജനങ്ങളെ കയ്യിലെടുക്കാം എന്നുള്ള രീതിയിൽ എന്നിട്ട് ഇവിടുത്തെ ഭരണം പിടിച്ചെടുക്കാൻ എന്നുള്ള ചെറിയൊരു പരിപാടി ഇവിടെ കാണിക്കുന്നുണ്ട്. ഞാനൊരു വീഡിയോ കൂടെ വെച്ച്. ഒരു 3-4 മാസത്തിന് ഇലക്ഷൻ വരികയാണ്. നോക്കി വോട്ട് ചെയ്യുക, നോക്കി വോട്ട് ചെയ്യുക, നോക്കി വോട്ട് ചെയ്യുക, നോക്കി വോട്ട് ചെയ്യുക. ഇത് നിലനിൽക്കാൻ കാരണം എന്താ അറിയോ? നമ്മളെ പോലുള്ള ന്യൂനപക്ഷങ്ങളാണെങ്കിൽ ഇല്ലെങ്കിൽ ഉമ്മരെ എന്നെ നമ്മളെ കഴിച്ചിട്ട് പോയവന്മാര് മനസ്സിലാവുന്നുണ്ട്. അതിവിടെ കസാര ഇട്ടിരിക്കുന്നവർക്കും കാണാൻ വേണ്ടി 2 കാലിൽ മണിക്കൂറായിട്ട് നിൽക്കുന്നവർ മനസ്സിലാവേണ്ട ഒരു കാര്യമാണ്. ഇന്ത്യയില് സ്വതന്ത്രമായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സ്ഥലത്ത് കൂടാൻ പറ്റുന്നത്, വിപ്ലവ പാട്ടുകൾ പാടാൻ പറ്റുന്നത്, സഹമനുഷ്യരെ സ്നേഹിക്കാനും സഹായിക്കാനും പറ്റുന്നത് ഇവിടെ ന്യൂനപക്ഷ ജനങ്ങള് ശക്തമായിട്ട് നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് മക്കളെ. ഇനിയൊക്കെ മൂഞ്ചി പോയനെ. ഒരു 3-4 മാസത്തിന് ഇലക്ഷൻ വരികയാണ്. നോക്കി വോട്ട് ചെയ്യുക, നോക്കി വോട്ട് ചെയ്യുക, നോക്കി വോട്ട് ചെയ്യുക, നോക്കി വോട്ട് ചെയ്യുക. ഇപ്പം കോൺഗ്രസ് ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ വേടന് പാട്ട് പാടാൻ പറ്റത്തില്ലെന്ന് അങ്ങനെയൊന്നും ഇല്ലല്ലോ. നോക്കി വോട്ട് ചെയ്യുക എന്നൊക്കെ വേടൻ കിടന്ന് പാടുമ്പോഴേ ഇത് ഏത് പാർട്ടിക്ക് വേണ്ടിയാണ് വേടൻ ഇങ്ങനെ സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഏത് പൊട്ടനും മനസ്സിലാക്കാം. വേടാ പഴയ കാലമല്ല, പണ്ട് ഞാൻ പറഞ്ഞില്ലേ കറുപ്പ് ഒരു പ്രശ്നമായിട്ട് സംസാരിച്ചൊരു കാലം ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ജാതി സംസാരിക്കുന്നത്, ഈ ഒരു കാലഘട്ടത്തിൽ ആരെങ്കിലും ജാതി മതമൊക്കെ സംസാരിക്കാറുണ്ടോ? ഇവിടുത്തെ രാഷ്ട്രീയക്കാരാണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. എന്തുകൊണ്ട്? അവർക്ക് അവരുടെ നിലനിൽപ്പിന് വേണ്ടി ഓരോ കാര്യങ്ങൾ പോകുന്നു. ഇപ്പോഴത്തെ യൂത്ത് പിള്ളേർ വേറെ ലെവലിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ഈ പറയുന്ന രാഷ്ട്രീയമില്ല, അതുമില്ല മറ്റേതില്ല മറിച്ചതല്ല. അതായത് ഇപ്പോഴത്തെ യൂത്ത് പിള്ളേരുടെ കൂട്ടത്തിൽ ഒരു 80% ആൾക്കാരാണെങ്കിൽ റീൽസ് അതുപോലെ തന്നെ മരുന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അവന്മാർ തോന്നിയ ഒരു ലൈഫായിട്ട് പോവുക. അങ്ങനെ പോകുന്ന കുറേ ടീംസുകളുണ്ട്. സീരിയസ്ലി പറയാമെന്ന് വെച്ചാൽ അവർക്ക് ഈ പറയുന്ന രാഷ്ട്രീയ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വേടൻ അത്യാവശ്യം യൂത്ത് പിള്ളേരുടെ ഇടയിൽ നല്ല രീതി ക്ലച്ച് പിടിച്ചിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ ആ ഒരു വ്യക്തിയെ കൊണ്ടുവന്നിട്ട് നോക്കി വോട്ട് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ഓക്കെ വേടൻ പറഞ്ഞില്ലേ, അങ്ങനെ വേണമെങ്കിൽ ചിലപ്പോൾ പോയി വോട്ട് ഊത്തുന്ന കുറേ ആൾക്കാരുണ്ട്. ഇപ്പം ഞാനിവിടെ പറയാൻ വന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടവും വേടനും എല്ലാം ഒരേ കണക്കിൽപ്പെടുന്നവരൊക്കെ തന്നെയാണ്. ഇവിടെ നമ്മുടെ നാട്ടിലൊരു നിയമമുണ്ട്. അതിപ്പോൾ MLA ആണെങ്കിലും മനുഷ്യരാണെങ്കിലും തെറ്റ് ചെയ്താൽ എല്ലാവർക്കും ഒരുപോലെ തന്നെ നിയമത്തിലാണ്, ആണോ അല്ലയോ? ഈ പറഞ്ഞ രാഹുൽ MLAയും വേടൻ ഒരു പാട്ടുകാരനും രണ്ടുപേരും ചെയ്ത തെറ്റുകളോ ഓക്കെ പരസ്പര സമ്മതത്തോടെയും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഇവിടുത്തെ കേരളത്തിലെ ഇപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിക്കാർ എന്തിനു വേടനെ മാത്രം ഇങ്ങനെ പുഴുത്തുന്നത്, ഇങ്ങനെ ഓരോ സ്റ്റേജുകളിൽ കൊണ്ടുപോകുന്നത്, വേടനെ കൈയടിക്കുന്നത്, വേടന് പുരസ്കാരങ്ങൾ കൊടുക്കുന്നത്? നിങ്ങൾ അതൊന്നും കണ്ടില്ലേ? 7-8 മാസം മുമ്പുള്ള ഒരു സംഭവം, ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ഞാൻ അതിൻ്റെ മിസ്സായി. ഈ ഒരു 3 ആഴ്ച മുമ്പത്തുള്ള ഒരു വീഡിയോ ഞാൻ വെച്ചുതരാം. ചിത്രം മഞ്ജുമൽ ബോയ്സ്. സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളുടെ പാർശ്വവർത്തിയുടെ ജീവിതത്തെ സഹനങ്ങളെയും സന്തോഷങ്ങളെയും പുതിയ ബിംബങ്ങളിലൂടെ തേച്ചു മിനുക്കാത്ത വാക്കുകളിലൂടെ പകർത്തിയെടുത്ത രചനാ മികവുണ്ട്. കണ്ടില്ലേ? മുഖ്യമന്ത്രിയാണ് ഈ പറയുന്ന വേടൻ ഇത് കൊടുത്തത്. അതേ മുഖ്യമന്ത്രി രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് നേരത്തെ പറഞ്ഞത് ഞാനൊന്ന് വെച്ച് തരാം. ജസ്റ്റ് ഒന്ന് വെച്ച് തരാം. അത് മാത്രമല്ല, ഒരു യുവതി വേടനെ കുറിച്ച് പറയുന്ന ഒരു വീഡിയോ കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് വെച്ച് തരാം. അത് വളരെ ഗൗരവമായൊരു വിഷയം ആയിട്ട് തന്നെ നമ്മുടെ കേരളീയ സമൂഹം ഏറ്റെടുത്തിരിക്കുകയാണ്. പൊതുവെ മാധ്യമങ്ങളും അത് ഏറ്റെടുത്തതായിട്ട് തന്നെയാണ് കാണുന്നത്.
മറ്റു കാര്യങ്ങൾ ഞാൻ അഭിപ്രായം പറയേണ്ട ഒരു കാര്യം മാത്രമല്ല, നമ്മുടെ സമൂഹം പൊതുവിൽ അഭിപ്രായപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അത്തരമൊരാള് ആ സ്ഥാനത്തിരിക്കരുത് എന്നുള്ള പൊതു അഭിപ്രായം ഉയർന്നു വന്ന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ നിലയല്ല ഇപ്പോ വന്നിടത്തോളം കാണുന്നത്. എത്ര കാലം പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. ഏതായാലും നമ്മുടെ സമൂഹത്തിൽ വലിയ പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ളൊരു സംഭവമായിട്ടാണ് ഇത് മാറിയത്. കാരണം ഒന്നല്ല ഒന്നിലധികം സംഭവങ്ങളെ പറ്റിയുള്ള റിപ്പോർട്ടുകൾ വരുന്നു. അതിൽ നിങ്ങൾ തന്നെ പുറത്തു കൊണ്ടുവന്ന കാര്യങ്ങളനുസരിച്ചാണെങ്കിൽ ഒരു സംഭാഷണത്തിന്റെ ഭാഗത്ത് ഗർഭസ്ഥ ശിശുവിനെ ആ ഗർഭം അലസിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, അങ്ങനെ അലസിയില്ലെങ്കിൽ ആ ഗർഭം ധരിച്ച യുവതിയെ കൊല്ലാൻ വലിയ സമയം വേണ്ട എന്ന് വരെ പറയുന്നിടത്തേക്ക് എത്തുന്ന അവസ്ഥ. ഓക്കെ, ഞാൻ കൂടുതൽ വെച്ചത് മുഷിപ്പിക്കുന്നില്ല. ഈ വേടനെ കുറിച്ച് വന്നിട്ട് ഒരു ഡോക്ടർ വന്നിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിലാ ആ യുവതി അവിടുന്ന് ഒരു മെയിൽ അയച്ചപ്പോൾ വന്ന് ഇവിടുന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതാണ്. ഇവിടെ ഒരു ഡോക്ടർ വന്നിട്ട് ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട്. അതിൽ നിന്ന് ഞാൻ വെച്ചുതരാം. ഫോറസ്റ്റിലും പോയി ഹണ്ട് ചെയ്തിരുന്നു പറഞ്ഞത്. അങ്ങനെയാണ് അവര് വേടൻ എന്നുള്ളൊരു പേര് വന്നത്. എന്റെ അടുത്ത് ന്യായീകരണമായിട്ട് പറഞ്ഞത് അവന് പട്ടിക്ക് കഴിക്കാൻ കൊടുക്കാനായിട്ട് ഹണ്ടിങ്ങിന് പോവായിരുന്നു. ഒരു ദിവസം എന്നെ കാണാൻ വന്നപ്പോ അതുപോലെ മൾട്ടിപ്പിൾ സ്ലീപ്പിംഗ് പിൽസും കനാബിസിന്റെ ഇൻഫ്ലുവൻസിലാണ് ഞങ്ങൾ സെക്ഷൽ ആക്ട് ചെയ്യുന്ന സമയത്ത് അവനെന്നെ ബ്ലീഡ് ചെയ്യിപ്പിച്ചത്. ഒരു പെൺകുട്ടി വന്നിട്ട് A to Z കാര്യങ്ങൾ വിളിച്ച് പറയുന്നുണ്ട്. A to Z കാര്യങ്ങൾ എന്തുകൊണ്ട് കേരളത്തിലെ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ഇത് ഏറ്റെടുത്തില്ല? ഈ വിഷയം എന്തുകൊണ്ട് ചർച്ച ചെയ്തില്ല? പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണോ? ഈ പെണ്ണിന്റെ നീതി, ഈ പെണ്ണെന്താ ഇത് പെണ്ണല്ലേ, ഇവർക്ക് നീതി കിട്ടിക്കൂടെ? പക്ഷെ ഞാൻ ഇവക്കൊന്നും സപ്പോർട്ട് ചെയ്തില്ല. എൻ്റെ അന്നത്തെ വീഡിയോയിലെല്ലാം ഞാൻ ഈ പറയുന്ന വേടനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച കുറേ കാര്യങ്ങളാണ്. ഞാൻ ഇപ്പോൾ ഇത് പറയാനുള്ളതെന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേറൊരു നിയമം, ഈ പറയുന്ന വേടന് വേറൊരു നിയമം. ഇതെന്താ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ അധികാരവും അല്ലെങ്കിൽ ജനങ്ങൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തി അങ്ങനെ വല്ലതും ഉണ്ടോ ഇവിടെ? തെറ്റ് ചെയ്താൽ അത് തന്തയാണെങ്കിലും തള്ളയാണെങ്കിലും മോനാണെങ്കിലും ആരാണെങ്കിലും, ഇവിടെ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ആയാലും ശരി, ദേവന്തപുരായാലും ശരി, എല്ലാവർക്കും റൂൾ ഒന്ന് തന്നെ. അതാദ്യം മനസ്സിലാക്കണം. ഇവിടെ ആരും ഇതൊന്നും മനസ്സിലാക്കുന്നില്ല. അപ്പം കാണുന്നതിന് അപ്പ എന്ന് വിളിക്കുന്ന സ്വഭാവം അതത്ര നല്ലതല്ല. എനിക്കിവിടെ ജസ്റ്റ് നിങ്ങളോട് ഇത് പറയണമെന്ന് തോന്നിയോണ്ട് മാത്രം ഞാനിത് പറയുകയാണ്. ആ സമയത്ത് ഇതവണ സിന്തറ്റിക് ഡ്രഗ് എടുത്തിട്ട് നെക്സ്റ്റ് ഡേ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അന്നാണ് എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് സെക്ഷൽ അഡ്വാൻസസ് നടത്തിയത്. ഓക്കെ, ഞാൻ ഇനി കൂടുതൽ വെച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഇത് മനസ്സിലാക്കി തരികയാണ് നിങ്ങളെ. മനസ്സിലാക്കി, ഇതാണ് ഇവിടുത്തെ സിസ്റ്റം, ഇവിടുത്തെ കേരളത്തിലെ സിസ്റ്റം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. എല്ലായിടത്തിനും അധികാരവും അതും മാത്രം മതി. അതിൻ്റെ ഇടയിൽ മനുഷ്യന് ഒരു വിലയില്ല. സത്യം പറഞ്ഞാൽ ശബരിമല വിഷയങ്ങൾ മറയ്ക്കാൻ വേണ്ടി രാഹുലിനെ ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കുകയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. വിവരമുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ ഇല്ലാത്തവർക്ക് ഞാനായിട്ടൊന്നും പറയുന്നില്ല. വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ, ലവ് യു ഓൾ.